ഹലോ ഫ്രണ്ട്സ്, ഹെയർ ഫോഡ് മല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. ഞങ്ങളുടെ ചാനലിലെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ പുതിയ അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. ഇത് നോസ് ഫ്രെഡയുടെ സ്നോട്ട് സക്കറാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ജലദോഷമാണെന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ അവർക്ക് ഒന്നും ചീറ്റി കളയാനൊന്നും അറിയില്ല. വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ചീറ്റി കളഞ്ഞ് അവരുടെ നോസൊക്കെ ക്ലിയർ ചെയ്യും, അവർക്ക് ബ്രീതിങ് ഒക്കെ ഈസിയാവും. പക്ഷേ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ തന്നെ അവർക്ക് വേണ്ടി അത് മാനുവലി നമ്മൾ ആ മ്യൂക്കസ് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബ്രീതിങ് ഈസിയാവും. അത് നമുക്ക് തന്നെയാണ് യൂസ്ഫുൾ ആകുക. കാരണം അറിയാലോ, കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടായി അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പേരൻസിനെ, എസ്പെഷ്യലി അമ്മമാരെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആകും. അപ്പം ഇതിൻ്റെ തന്നെ വേറെ കമ്പനിയുടെയും പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. സ്നോട്ട് സക്കർ എന്നാണ് പേര്. അപ്പം ഈ നോസ്ഫ്രെഡ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇതെല്ലാം വേറെ കമ്പനീസിൻ്റെ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ നോസ്ഫ്രെഡയുടെയാണ്. ഇതിനൊരു 8 പൗണ്ടാണ് ബൂട്ട്സിലുള്ളത്. ഇത് നമുക്ക് ബൂട്ട്സിലും ആമസോണിലും ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിനൊപ്പം നമുക്ക് കയ്യിൽ വേണ്ട ഒരു സാധനമാണ് ഇങ്ങനത്തെ ഒരു നേസൽ സ്പ്രേ. നഫിൽ ബേബിയുടെ നേസൽ സ്പ്രേ ആണ് ഇത്. ഞാൻ മോറിസണിയിൽ നിന്ന് വാങ്ങിയാണ്. നമുക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ ഒരു നേസൽ സ്പ്രേ എടുത്തിട്ട് കുഞ്ഞിൻ്റെ മൂക്കിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 1 to 2 minutes നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ആ മ്യൂക്കസ് ഒന്ന് ലൂസൺ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ സ്നോട്ട് സക്കർ വെച്ചിട്ട് നമുക്കിത് ആസ്പിറേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മേക്ക് ഷുവർ ചെയ്യുക ആദ്യം ഇതുപോലത്തെ ഒരു നേസൽ സ്പ്രേ ഉപയോഗിച്ച് മ്യൂക്കസ് ലൂസൺ ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് കാണിച്ചു തരാം. അപ്പം ഇതാണ് ആ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിന് കുറേ പാർട്സ് ഉണ്ട്. ഇതെല്ലാം ഊരി നമുക്ക് കഴുകാൻ പറ്റും. ഈച്ച് യൂസ് കഴിഞ്ഞാൽ അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വാഷ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മ്യൂക്കസ് ഒക്കെ ഇവിടെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അന്നേരം യൂസ് ചെയ്ത് അപ്പം തന്നെ വാഷ് ചെയ്തെടുക്കണം. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കളക്ഷൻ പോട്ട്. പിന്നെ ഇതെന്തിൻ്റെ ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ നമ്മൾ ഈച്ച് യൂസിന് സിംഗിൾ യൂസ് ആണിത്. സിംഗിൾ യൂസ് ചെയ്ത് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്ത് നമ്മൾ വേറെ ഫിൽറ്റർ ഇടണം. ഈ ഫിൽറ്റർ ഹൈജീനിക് ഫിൽറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഈ ഹൈജീനിക് ഫിൽറ്റർ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം ഇതിപ്പോൾ ഞാൻ പുതിയത് യൂസ് ചെയ്തിട്ട് പുതിയത് ഇട്ടിരിക്കുന്നതാണ് അടുത്ത നെക്സ്റ്റ് യൂസിന് വേണ്ടി. അപ്പം ഈ പാർട്ട് കുട്ടിയുടെ മൂക്കിലേക്ക് ഇങ്ങനെ വെക്കുക. ഇപ്പോൾ സപ്പോസ് എൻ്റെ മോൾ ഉറങ്ങുവാണ്, മോളെ കാണിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഈ പാർട്ട് നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ പാർട്ട് ഇതാണ് നമ്മുടെ വായിൽ വെക്കുന്നത്. അപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇത് കുട്ടിയുടെ മൂക്കിലടിക്കണം. എന്നിട്ട് ഇത് ഞാനിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ പ്രഷറിൽ മ്യൂക്കസ് ലൂസൺ ആയിരിക്കുന്ന മ്യൂക്കസ് ഇതിലൂടെ ഇങ്ങനെ ഇവിടെ കളക്ഷൻ ആവും. അപ്പം എന്താ വെച്ചാൽ കുഞ്ഞിന് ബ്രീതിങ് ഈസി ആവും, കുഞ്ഞിന് ഉറങ്ങാൻ പറ്റും നന്നായിട്ട്. യൂസ് ചെയ്യുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കണം, ഇത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കരുത്. ഇത് കുറച്ചും വലിയ കുഞ്ഞിന് പെട്ടെന്ന് നമുക്കറിയാലോ, നമ്മുടെ മൂക്കിൽ നിന്ന് സാധനം വലിക്കുന്നത് നമ്മുടെ ബ്രീതിങ്ങിനെ അത് വേറെ രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് വലിക്കുന്ന സമയത്ത് കുഞ്ഞ് ചുമയ്ക്കൊക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് വലിക്കാമല്ലോ. അത് ബലം പ്രയോഗിച്ച് ഒരിക്കലും അത് യൂസ് ചെയ്യരുത്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഊരി ഇങ്ങനെ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് മേക്ക് ഷുവർ ചെയ്യാൻ നല്ല ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യുക. അതാണ് ഇത് നമ്മൾ ഉപയോഗത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യം നമുക്ക് ഉപദ്രവമാകരുത്. കാരണം പിന്നീട് അതിൽ നിന്ന് ഇൻഫെക്ഷനോ അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. എസ്തുവിന് ഇപ്പം ഫീവർ കഴിഞ്ഞതുള്ളൂ. അപ്പോൾ കോൾഡൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ ഈ സ്നോട്ട് സക്കർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫിൽറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പുതിയത് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഓർക്ക് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് 4 പൗണ്ടിന് നമുക്ക് 200 ഫിൽറ്റർ കിട്ടും. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ കൂടെ വന്ന ട്വീസറാണ്. ആക്ച്വലി ട്വീസറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് പ്ലക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നമുക്കിത് കൈ വെച്ച് ഈസി ആയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെയും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.